ഉണ്ടാവണം. ശ്രീജിത് പണിക്കർ, രാജ്യത്തിന് അർഹതയുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് എന്ന് അറിയുന്നതിന് അത് സ്വാഭാവികമാണത്. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന ഇതുവരെ കണ്ടിട്ടില്ല. ആരോഗ്യ കാരണം എന്ന് പറയുമ്പോഴും അതും വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണല്ലോ. പക്ഷെ അങ്ങനെയും ഉണ്ടാകുന്നില്ല 4 ദിവസമായി. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരാൾ രാജിവെക്കുന്ന സമയത്ത് ആ രാജിയുടെ കാരണം അദ്ദേഹമാണ് വിശദമാക്കേണ്ടത്, അത് സർക്കാരല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ അദ്ദേഹം ഹെൽത്ത് റീസൺസ് ആണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഭാഗം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ഉപരാഷ്ട്രപതി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുന്നത് എന്നൊക്കെ ശ്രീ CB സത്യൻ പറയുന്നതിൻ്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് എല്ലാവിധ മെഡിക്കൽ കെയറും അദ്ദേഹം മുൻ ഉപരാഷ്ട്രപതി ആകുന്ന സമയത്തും കിട്ടുന്നുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതയില്ല. അത് തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം അദ്ദേഹം ഉപരാഷ്ട്രപതിയായി തുടരട്ടെ എന്നാണ് പറയുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം ഉപരാഷ്ട്രപതി ആകുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉപരാഷ്ട്രപതി ആകുന്നത്. അപ്പോൾ അത് പ്രൈമറിലി ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുക എന്നുള്ളതാണ് എങ്കിൽ രാഷ്ട്രപതിക്കും മുൻ ഉപരാഷ്ട്രപതിക്കും എല്ലാം ഒരേപോലെ തന്നെയാണ് ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുന്നത് എന്ന കാര്യം ഒരു കാര്യം. രണ്ട്, ഈ പറഞ്ഞതുപോലെ ഇനി അതല്ല മറ്റെന്തെങ്കിലും കാരണമുണ്ട് എങ്കിൽ ആദ്യം ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് ഗ്രൗണ്ട്സ് ശരിയാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ബെസ്റ്റ് ഓഫ് ഹെൽത്തിലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ മാർച്ച് മാസം, ഈ കഴിഞ്ഞ മാർച്ച് മാസമാണ് അദ്ദേഹം എയിംസിൽ അഡ്മിറ്റഡ് ആയിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ മാസം ജൂൺ മാസം അദ്ദേഹം ഉത്തരാഖണ്ഡിൽ സന്ദർശനം നടത്തുന്നതിനിടെ പൊടുന്നനെ അദ്ദേഹം അബോധാവസ്ഥയിലാകുന്നു, ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മാസം ജൂലൈ മാസത്തിൽ ആദ്യം അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഒരു ഹെൽത്ത് കണ്ടീഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നതിൽ തർക്കമില്ല. ഇനി അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ട് എങ്കിൽ ആ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും അഭ്യൂഹമാണ്. നിലവിൽ നമുക്കറിയാവുന്നത് ഹെൽത്ത് റീസൺസ് ആണ്. ഇനിയുള്ള കാരണങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒന്ന്, BJPയും അദ്ദേഹവും തമ്മിൽ നല്ല ടേംസിലല്ല. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശ്രീ CB സത്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് എന്താണ് അടിസ്ഥാനമെന്ന് എനിക്കറിയില്ല. അതായത് BJPയും യശ്വന്ത് വർമ്മയും തമ്മിലുള്ള ടൈസിനെ പറ്റി ഇപ്പോൾ പുറത്തു വരുന്നു. ആര് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും ലീഡ് പുറത്തു കൊണ്ടുവന്നോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണത്തിലെങ്കിലും അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? സത്യത്തിൽ BJP അവർക്കൊരു അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടി അവർ നോക്കി. ലോക്സഭയിൽ ഒരു പ്രമേയമായിട്ട് കൊണ്ടുവരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം അത് BJP ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് BJPക്ക് പോകും. നേരെ മറിച്ച് രാജ്യസഭയിൽ അത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് സംയുക്ത പ്രമേയമായിട്ടല്ല. BJP ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് രാജ്യസഭ അവരുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. പക്ഷെ അവിടെ BJPയെ പ്രീഎംപ്റ്റ് ചെയ്തുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് തന്നെ കോൺഗ്രസ് അവിടെ നീങ്ങിയത് കൊണ്ടാണ് കോൺഗ്രസ് ആദ്യമേ തന്നെ അവിടെ കൊണ്ടുപോയി പ്രമേയം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ മോഷൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത്. അദ്ദേഹം അതിനെ സ്വീകരിച്ചു. അദ്ദേഹം ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. നിയമപരമായിട്ടാണെങ്കിലും ഭരണഘടനാപരമായിട്ടാണെങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷെ അതിന് മുമ്പുള്ള ഒരു വിഷയം, JP നദ്ദ അടക്കമുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ പല പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നെ കിരൺ റിജിജു ഉൾപ്പെടെയുള്ള പല നേതാക്കളും അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, ലോക്സഭയിൽ ഈ പ്രൊസീഡിംഗ് നടക്കുന്നുണ്ട്, ലോക്സഭയിൽ അത് ആദ്യം സ്വീകരിച്ച് അവതരിപ്പിക്കട്ടെ, ഇതിൽ അല്പം സാവകാശം എടുക്കണം എന്നായിരിക്കാം ഗവൺമെന്റിന്റെ ഒരു അഡ്വൈസ് സ്വീകരിക്കേണ്ട ആളാണോ അദ്ദേഹം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഇതിനു മുൻപ് പല അവസരങ്ങളിലും അദ്ദേഹം ഇത്തരത്തിൽ അല്ല, ഇദ്ദേഹത്തെ കുറിച്ചൊരു പരാതി പോലും ഉണ്ടായിരുന്നത് ഇദ്ദേഹം കൂടുതൽ സമയത്തും ഇല്ലേ ഈ ഭരണപക്ഷത്തിന് കൂടുതൽ ആനുകൂല്യം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുൻപ് ഇത്തരത്തിൽ ഉപരാഷ്ട്രപതിമാർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻമാർ സമ്മതിക്കാത്ത രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇടഞ്ഞുവെങ്കിൽ അത് BJP കേന്ദ്രങ്ങളുമായിട്ടുള്ള വ്യക്തമായ ഒരു തർക്കം അവിടെ ഉടലെടുത്തു എന്നത് തന്നെയാണ്. എക്സാക്ട്ലി, ഞാൻ അതിലേക്കാണ് വന്നത്. അതായത് ഈ അടുത്ത കാലം വരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പ്രിഡോമിനന്റ്ലി BJPക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുകയും, അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ രീതിയിലത്തേക്ക് പിന്നെ ഒരു നല്ല ബന്ധത്തിൽ BJPയുമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹം BJPക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പെരുമാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഇൻഫോർമലായിട്ട് അദ്ദേഹത്തിൻ്റെ രാജിയെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചിരിക്കണം, അത് അസ്വാഭാവികമായിട്ട് അതിലൊന്നുമില്ല. രണ്ട്,
അദ്ദേഹത്തെ ഒരുപക്ഷെ പുറത്താക്കുന്നതിന് വേണ്ടി BJP തന്നെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് അത്രത്തോളം വലിയ പൊളിറ്റിക്കലായിട്ടുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. എങ്കിൽ പോലും BJP പക്ഷെ അതൊരു ഭീഷണിയുടെ സ്വരൂപമാവും, ഭീഷണിയുടെ സ്വരൂപമായേക്കാം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അങ്ങനെയാണ് പറയുന്നത്, ഇംപീച്ച്മെന്റ് കൊണ്ടുവരും, പുറത്താക്കും, അങ്ങനെ ഒരു ഭീഷണിയെന്ന്. അല്ല, ഈ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നോ കോൺഫിഡൻസ് മോഷൻ, ഇതിപ്പോൾ പ്രതിപക്ഷത്തിന് നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസമില്ല, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളിലും കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാനായിട്ട് BJP അല്ലെങ്കിൽ ഭരണകക്ഷി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവർക്കത് കൊണ്ടുവരാം. ഇന്ന പാർട്ടി മാത്രമേ കൊണ്ടുവരാവൂ, പ്രതിപക്ഷം മാത്രമേ കൊണ്ടുവരാവൂ എന്നില്ല. എന്ന് വെച്ചാൽ ഭരണഘടനാപരമായിട്ട് ഒരു വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ഒരു മാർഗത്തിനെ BJP അവലംബിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപടിയിൽ തെറ്റില്ല. കാരണം അദ്ദേഹം അവർക്ക് അനഭിമതനായിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെൽ വിത്തിൻ ദെയർ റൈറ്റ്സ് ടു ഗോ ഫോർ എ മോഷൻ. അപ്പോൾ അതവർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത രണ്ട് പോസിബിലിറ്റിയാണ് ഒരുപക്ഷെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം എന്തുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ നടന്നിരിക്കുന്ന ചർച്ചയിൽ അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കൂടുതൽ സമയം അനുവദിച്ചു. അത് BJPക്ക് ഒരു ഡിസ്പ്ലഷർ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. പക്ഷെ അവിടെ അദ്ദേഹവും BJPയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു റിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് അദ്ദേഹം പ്രസിഡന്റ് പദവി അടുത്തത് അദ്ദേഹത്തിന് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം പറയുകയും ഫ്ലാറ്റായിട്ട് ഒരു നോ BJP പറഞ്ഞു എന്ന രീതിയിലത്തേക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട് എങ്കിൽ അതിന് വിരുദ്ധമായിട്ട് BJP നിന്നാൽ ആ ഒരു ബന്ധം വഷളാകാനായിട്ട് പോയോ എന്നുള്ള ഒരു പോസിബിലിറ്റിയും, ഏറ്റവും അവസാനത്തെ പോസിബിലിറ്റി ബീഹാറിലെ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബീഹാറിൽ നിന്നുള്ള അവരുടെ JDUവിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് എങ്കിൽ BJPക്ക് JDUവിനോട് ബീഹാർ ജനതയോട് വലിയ താല്പര്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മെസ്സേജ് കൊണ്ടുവരികയും നിലവിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അവിടുത്തെ അസംബ്ലിയിലുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ ഞങ്ങൾ ഇത് തന്നില്ലേ, മുഖ്യമന്ത്രി പദം ഞങ്ങൾക്ക് വേണം എന്ന് വേണമെങ്കിൽ അവർക്ക് നിതീഷ് കുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ കരുതുന്നത് ഇന്നലെ വരെ 3 പോസിബിലിറ്റി ആയിരുന്നു. ഇന്നാണ് BJP പറഞ്ഞിരിക്കുന്ന ഈ 4ാമത്തെ പോസിബിലിറ്റി വന്നിരിക്കുന്നത്. ഈ 4 പോസിബിലിറ്റികളുണ്ട്. ഈ 4 പോസിബിലിറ്റികളിലും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. അതിൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടോ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ശരി, ശ്രീ വിനോദ് മാത്യു വിൽസൺ, താങ്കൾ അങ്ങനെയാണോ കരുതുന്നത്?